ഷാബിൻ വർക്കി ഇനിയും മുകളിൽ കോടതികളുണ്ട്. സ്വാഭാവികമായും വിഷയം കൂടുതൽ നിയമ ചോദ്യങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇ.പി. ജയരാജൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 1995 ഈ സംഭവം നടക്കുമ്പോൾ തന്നെ അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. പിണറായി വിജയനായിരുന്നു യഥാർത്ഥ ലക്ഷ്യമെന്ന് അന്ന് തന്നെ CPM ആരോപിക്കുന്നതാണ്. ആദ്യ ദിവസങ്ങളിൽ തന്നെ കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചന എന്ന ആരോപണം ഉയർന്നു വന്നതാണ്. എന്തായാലും വെറുതെ പോയി വിക്രം ചാലിൽ ശശിയും പേട്ട ദിനേശനും കൂടി ഇ.പി. ജയരാജനെ വെടിവെച്ച് കൊന്നതല്ലോ. അവിടെ ഒരു ഗൂഢാലോചന നിശ്ചയമായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കെ സുധാകരൻ അല്ലെങ്കിൽ ആര് ഗൂഢാലോചന നടത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കൊണ്ട് ഈ വിഷയം തീർന്നു എന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് ശ്രീ അഭിലാഷ്, ഒന്ന് CPM-ന്റെ പ്രതിനിധിക്ക് ഈ കേസിൻ്റെ നാൾവഴികളെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അറിവില്ല എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം ഈ കേസുണ്ടാകുന്ന 1995 ശേഷം ഇത് എത്രാമത്തെ തവണയാണ് കെ സുധാകരനെ പ്രതിപ്പട്ടികയിൽ ചേർത്ത് അദ്ദേഹത്തെ വിസ്താരത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഇ.പി. ജയരാജൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇത് ആന്ധ്രാപ്രദേശിൽ തന്നെ സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടു, അവിടെ അനുവദിച്ചില്ല. ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു, അവിടെ അനുവദിച്ചില്ല. ക്രിമിനൽ കോൺസ്പിറസി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഇ.പി. ജയരാജൻ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും ഒക്കെ കോൺഗ്രസ് ഭരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് സുപ്രീം കോടതിയിൽ പോയ കേസാണ്. സുപ്രീം കോടതി വരെ തള്ളിയതിന് ശേഷമാണ് ആന്ധ്രയിൽ നിന്നും അല്ലെങ്കിൽ ആന്ധ്ര പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും കെ സുധാകരൻ പ്രതിയല്ല എന്നുള്ളതും ആന്ധ്ര കോടതിയുടെ ഇടപെടലുകളിൽ നിന്നും കെ സുധാകരനെ പ്രതിപ്പട്ടികയിൽ ചേർക്കാൻ പറ്റില്ല എന്നുള്ളതും അദ്ദേഹത്തെ വിചാരണ നടപടിക്ക് അദ്ദേഹത്തിനെ വിധേയനാക്കപ്പെടാൻ പറ്റില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന സഖാവ് ഇ.പി. ജയരാജനും CPM-ഉം ചെയ്തത് ഇവിടെ ഇ.കെ. നായനാർ ഭരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് ആ പ്രൈവറ്റ് കംപ്ലൈന്റിന്മേൽ പോലീസിനെ കൊണ്ട് FIR എടുപ്പിച്ചു. ഒരു കേസിൽ 2 FIR എടുക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ യുക്തി അതുപോലും പാലിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒരു FIR എടുപ്പിച്ചു. 2016 തന്നെ ആ FIR സ്റ്റേ ചെയ്യപ്പെട്ടു. പിന്നെ ഇതിൽ കുറ്റവിമുക്തനായോ ഇല്ലയോ? കുറ്റവിമുക്തനായി. അഭിലാഷ് അത് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നില്ല. കാരണം ഇതിൽ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തത് ആദ്യം ദിനേശനെ ഡിസ്ചാർജ് ചെയ്തു. കാരണം അദ്ദേഹം ട്രയൽ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞാണ്. കെ സുധാകരനെയും അതുപോലെ തന്നെ രാജീവനും ഇവർ രണ്ടുപേരും കൊടുത്ത ഡിസ്ചാർജ് പെറ്റീഷൻ അലോ ചെയ്തില്ല. അതിനാണ് ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി 2016 സ്റ്റേ ചെയ്ത നടപടികളിൽ വാദപ്രതിവാദങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇനി വിധി പ്രസ്താവിച്ചപ്പോൾ വളരെ കൃത്യമായി പറയുന്നത് വിടുതലാണ്, ഡിസ്ചാർജ് ആണ്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സുധാകരൻ എന്ന് പറയുന്ന ആളുടെ പേര് പോലും നിങ്ങൾക്ക് പരാമർശിക്കാൻ യോഗ്യതയില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 28 കൊല്ലമായി കെ സുധാകരനെതിരെ ഉണ്ടയില്ല വെടി നിങ്ങൾ പൊട്ടിക്കുന്നതിന്റെ പരിണിത ഫലമായി ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, ഇതിനു മുമ്പ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഇത് പരിഗണിച്ച സെഷൻസ് കോടതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കെ സുധാകരൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കെ സുധാകരനെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ച CPM-ന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി ശ്രീമതി P.P. ദിവ്യ ഇവിടെ ആദ്യം TM തോമസ് ഐസക്കിന്റെ കേസൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ട അഭിലാഷിന് അതറിയാം എന്താണ്. TM തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് ED ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. തിരഞ്ഞെടുപ്പായ കാരണം ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്ത ബുധനാഴ്ച കേസ് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാ പറഞ്ഞേ. അതും കെ സുധാകരന്റെ കേസും ശ്രീമതി P.P. ദിവ്യ ഇവിടെ കമ്പയർ ചെയ്തുകൊണ്ട് TM തോമസ് ഐസക്കിന്റെ കേസാണ് ഇതിലും വലിയ വിധി വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിലെ ജനത പുച്ഛിച്ചു തള്ളും എന്ന് മാത്രം ശ്രീമതി P.P. ദിവ്യയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 28 കൊല്ലമായി നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയമായി നടത്തുന്ന ആക്രമണം കെ സുധാകരനെതിരെ അത് ഇന്നും നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, പ്രിയപ്പെട്ട ശ്രീമതി P.P. ദിവ്യ, സുപ്രീം കോടതിയിൽ നിങ്ങൾ സ്റ്റേ ഒക്കെ കൊടുത്തു, അപ്പീലിനുമൊക്കെ ദയവായിട്ട് ഇവിടെ മനുഷ്യന് കഞ്ഞു കുടിക്കാൻ പൈസ ഇല്ലാത്ത ഈ കേരളത്തിലെ സാധാരണക്കാരന്റെ നികുതിപ്പണം എടുത്ത് ഇനി ഇ.പി. ജയരാജന് വേണ്ടി സുപ്രീം കോടതിയിൽ വീണ്ടും കേസ് ഫയൽ ചെയ്ത് വീണ്ടും ഈ ജനത്തിന്റെ വയറ്റിലടിച്ച് കെ സുധാകരനെ വീണ്ടും രാഷ്ട്രീയ ആരോപണങ്ങളിൽ കുടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതും കേരള ജനത തിരിച്ചറിയുന്നുണ്ട്.